അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ റമളാനിലെ റഹ്മത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത്. ഈ റഹ്മത്തിൻ്റെ പത്തിലെ 3 സമയങ്ങളുണ്ട്. ഒരു ദിവസത്തിലെ 3 സമയം. നിങ്ങൾ എന്ത് ദുആ ചെയ്താലും അല്ലാഹു അത് തരും. ചോദിച്ചാൽ ഉത്തരമുള്ള മനസ്സിൻ്റെ പ്രയാസങ്ങൾ മാറാൻ ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. റമളാൻ എന്ന് പറയുന്നത് ദുആയുടെ ദിവസങ്ങളാണ്. ഇന്ന് പറയുന്നത് ഈ 3 സമയങ്ങളിൽ നിങ്ങൾ ദുആ ചെയ്താൽ ഉറപ്പായും നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്, പ്രതിഫലം നൽകുന്നതാണ്. 1. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം. കഴിയുന്നതും സുബഹി ജമാഅത്തായി നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ ശേഷം ആ ഇരുപ്പിൽ തന്നെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ആ സമയത്ത് ഉറപ്പായും പ്രതിഫലമുണ്ട്, ദുആക്ക് ഉത്തരവുമുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, പ്രഭാത സമയത്തിൽ എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ നാഥാ എന്ന്. പകലിൻ്റെ അവസാന സമയം, മഗ്‌രിബിൻ്റെ സമയം, നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുൻപ് 10 മിനിറ്റ് മുമ്പുള്ള സമയം. ആ സമയത്ത് ഈ ദിക്ർ ചൊല്ലുക: സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പതിവാക്കുക. ആ സമയത്ത് ഉറപ്പായും ദുആക്ക് ഉത്തരമുണ്ട്. ഇന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ ദിവസമാണ്. ഫാത്തിമ ബീവി വഫാത്തായത് റമളാൻ 3-നാണ്. 3-ാമത്തെ സമയം അത് അത്തായ സമയമാണ്. അത്തായ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്നതാണ്. നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഈ 3 സമയങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് അപാരമായ അനുഗ്രഹങ്ങളെല്ലാം നൽകുന്നതാണ്. റമളാനിൽ പ്രത്യേകമായി ദുആകൾക്കെല്ലാം ഉത്തരമുണ്ടെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.